ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഉരുളൻകിഴങ്ങ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. എളുപ്പ പണിയാട്ടാ. കുക്കറിലാകുമ്പോൾ വേഗം പണി കഴിയും. ആദ്യം ഒരു കുക്കർ എടുക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1.5 സബോള അരിഞ്ഞതുണ്ട്, അതൊന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുക്കറിലായതുകൊണ്ട് തന്നെ വേഗം വഴണ്ട് കിട്ടും. എന്നാലും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വഴണ്ട് കിട്ടും. നന്നായി വാട്ടിയെടുക്കുക, നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മൊരിയിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി ചെറിയ സ്പൂണായി കാരണം കൊണ്ട് ഞാൻ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി മൊരിയിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം ഇളക്കി പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ വെള്ളം ഒഴിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായി പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞൊന്ന് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒരു 2 ടീസ്പൂൺ ഇട്ടുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ട് വെള്ളം വറ്റണം വരുന്ന ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കണം നമ്മളെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കണം. കാരണം മസാല എല്ലാ കഷ്ണത്തിലും പിടിക്കണ പോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഉരുളൻകിഴങ്ങൊക്കെ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതലാവരുത്, ചാറ് കൂടുതൽ വേണമെന്നുള്ളൊരു കുറച്ച് കൂടുതൽ ഒഴിച്ചോ. കറക്റ്റ് ഒരു ചപ്പാത്തിക്കൊക്കെ ഒരു ഗ്രേവി പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് ഒരു ഇത്തിരി വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണ പോലെ ഉപ്പിടുക. അതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 വിസിൽ വരണം. ഒരു വിസിൽ വന്നു, അങ്ങനെ അടുത്ത വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2ാമത്തെ വിസിലും വന്നു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എയർ കളയാം. എയർ കളഞ്ഞില്ലെങ്കിൽ ഇത് വേവ് കൂടും. എയർ കളഞ്ഞതിന് ശേഷം നമുക്കിത് തുറക്കാം. തുറന്നപ്പോൾ നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. ഇത്ര ഉള്ള കേട്ടോ പരിപാടി. ഈസി പരിപാടിയാണ്, പെട്ടെന്ന് തീരും ചെയ്യും. നമ്മളൊരു ഇത്തിരി നേരമൊക്കെ വൈകി എണീക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പം അത്ര ഉള്ള ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് നമുക്കിതിന് പകരം ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ കറി ആക്കാൻ പറ്റും കേട്ടോ. ഇതേ ഉരുളൻകിഴങ്ങിന് പകരം ചിക്കൻ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, മല്ലിയില ഇടണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക്, ചോറിന് ഏതിനച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈസി പരിപാടിയല്ലേ, ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. നമുക്ക് ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുത്തി നോക്കിയത്. ഇപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇളക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി എന്തായാലും ഒന്ന് കുറച്ചും കൂടി നേരം ഇളക്കിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. കഴിഞ്ഞു. ഇപ്പോൾ കറിയുടെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും പറയണേ.